കൃഷിയിൽ വിജയം നേടാൻ കാഴ്ചയല്ല മനസ്സും താല്പര്യവുമാണ് പ്രധാനമെന്ന് കാട്ടിത്തരുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ഇളമാട് കാരിക്കൽ സ്വദേശി ജലീലാണ് കാഴ്ച പരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ 100 മിനി വിജയം നേടിയത്. ക്രഷർ യൂണിറ്റിൽ ജോലി ചെയ്തു വരവെയാണ് ജലീലിന്റെ 2 കണ്ണുകളിലും പാറച്ചീളുകൾ തുളച്ചു കയറുകയും തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തത്. തുടർന്ന് സർജറികൾ പലതും നടത്തിയെങ്കിലും കാഴ്ച തിരികെ ലഭിച്ചില്ല. പറക്കമുറ്റാത്ത 2 മക്കളും ഭാര്യയുമൊത്തുള്ള കുടുംബജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ജീവിത പ്രാരാബ്ധങ്ങളെ വെല്ലുവിളികളോടെ ഏറ്റെടുത്ത നസീറിന് തുണയായത് കൃഷിയാണ്. ഇഷ്ടദാനമായി ലഭിച്ച 50 സെന്റിൽ ഏത്തവാഴയും പച്ചക്കറികളും കൃഷി ഇറക്കി. ഇപ്പോൾ മാതൃകാ കർഷകനായി കൃഷിയിൽ വിജയം നേടിയിരിക്കുകയാണ്. ദൂരദർശൻ ചാനലിൽ പ്രക്ഷേപണം ചെയ്തവൻ കൃഷിമന്ത്രി വി പ്രസാദ്, അതും CPI-ക്കാരുടെ ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വരുമെന്നും സന്ദർശിച്ച് ജലീലിൻ്റെ കൃഷിഭൂമി സന്ദർശിക്കുമെന്നൊക്കെ ഒരു ദൂരദർശൻ ചാനലിലൂടെ തന്നെ ചാനലിൽ നേരിട്ടങ്ങാര് പറഞ്ഞു. പക്ഷേ ഇവിടെയെങ്കിലും ഒരു പ്രസാദനെയും കണ്ടില്ല, പ്രസാദിൻ്റെ പ്രതിനിധിയും കണ്ടില്ല. ഒരു പ്രതിനിധിയും കണ്ടില്ല, ഒരു പ്രസാദനെയും കണ്ടില്ല. ഈ അടുത്ത കാലത്തെ ഇവിടെ കേട്ടോടെ ഈ അടുത്ത കാലത്ത് പ്രകൃതിക്ഷോഭം ഒരു കാറ്റടിച്ചപ്പോൾ ഈ പ്രദേശത്തുള്ള കുറേ പേരുടെ വാഴകളും മറ്റു സാമഗ്രികളൊക്കെ ഒടിഞ്ഞു പോയപ്പോഴത്തേക്ക് കൃഷിഭവനിൽ നിന്ന് അവർ വന്നു. എനിക്ക് ഈ 10-20 മൂട് വാഴ ഒടിഞ്ഞു പോയാത്ത വാഴ. ഈ കാഴ്ചയില്ലാത്തവൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവർ വന്നില്ല. അല്ലാത്തവർ കൃഷി ചെയ്തതുപോലെ താഴെയൊക്കെ പോയി. അവർ പോയി എല്ലാം കണ്ടെഴുതി കൊണ്ടുപോയി അവർക്ക് നഷ്ടപരിഹാരത്തിനുള്ള വകുപ്പ് ഒപ്പിച്ച് എന്നെപ്പോലുള്ള ഈ കാഴ്ച അതിനുണ്ട്. ഒരു കൊല്ലം വന്ന് എനിക്ക് അവാർഡും തന്ന് എന്നെ അങ്ങ് മൂലയിലിരുത്തി എന്ന് പറഞ്ഞാൽ മതി. ജലീൽ തനിച്ചാണ് കൃഷി നടത്തുന്നത്. സഹായത്തിന് മക്കളും ഭാര്യയും ഒപ്പം കൂടാറുണ്ട്. ഏത്തവാഴകൾ വിളവാകുന്നതുവരെ അകക്കണ്ണിൽ ജലീൽ തിരിച്ചറിയും. കൃഷിയിലൂടെ ലഭിക്കുന്ന സന്തോഷം മറ്റൊന്നിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ജലീൽ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്താൽ കൃഷിനാശം സംഭവിച്ച നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിജീവനത്തിന്റെ പാതയിലൂടെ വീണ്ടും കൃഷിയിൽ വിജയം നേടാൻ ഒരുങ്ങുകയാണ് കർഷകൻ. ഉണ്ടായ ഒരു കാറ്റിൽ ഈ പ്രദേശത്തെ കുറേ പേരുടെ വാഴകൾ നശിച്ചുപോയി. കാറ്റിലൂടെ എനിക്ക് 10-20 മൂടിൽ പുറത്ത് വാഴ എൻ്റെയും കൊലച്ചു നിന്ന വാഴകൾ ഒടിഞ്ഞു. നമ്മുടെ അടുത്ത പ്രദേശം ഈ കൃഷി ഭവനിലുള്ള ഉദ്യോഗസ്ഥർ അടുത്ത മറ്റുള്ളവരുടെ എല്ലാം കൃഷികൾ വന്ന് നോക്കുകയും എൻ്റെ കൃഷിയിൽ അവർ വന്ന് നോക്കുകയോ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ പോലും ചെയ്തില്ല. ഇപ്പോഴും ഓണക്കാലമായി. ഓണക്കാലത്തിന് അവർ എന്നെ തിരിഞ്ഞു നോക്കുകയോ ഓണത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സാന്ത്വന സഹായങ്ങളോ ഒന്നും അവർ ചെയ്യാൻ പോലും അവർ സന്മനസ് കാണിച്ചില്ല. അവർ പറയുന്നത് പ്രോത്സാഹനം ഭയങ്കരമായ രീതിയിൽ ചെയ്യുന്നെന്നുള്ളതാണ്. പ്രോത്സാഹനമൊന്നും അവർ ചെയ്യുന്നില്ല. ഒട്ടുമുക്കാലും അവരെ പിന്നെ ഇതൊന്നും നമ്മൾ ആരുടെയും പ്രോത്സാഹനം ഒന്നും നോക്കിയല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. എന്നെ പോലെയുള്ള കാഴ്ചയില്ലാത്ത ഒരുത്തൻ ഇതുപോലെ കൃഷി ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. ഒരുത്തനും ചെയ്യാൻ പറ്റത്തില്ല. പന്നി ശല്യം ഉണ്ട് രൂക്ഷമായി. എനിക്ക് ചീനിയും ചേമ്പും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം പന്നി ശല്യം രൂക്ഷമായിട്ടുണ്ട്. എന്നാലും എൻ്റെ മറ്റുള്ള ഈ കൃഷികളും ഈ ചീനിയും ചേമ്പും മറ്റുള്ള കുറേ കൃഷികൾ മാറ്റിയത് കൊണ്ട് രൂക്ഷമായ പന്നിശല്യം ഇങ്ങോട്ട് ബാധിക്കുന്നില്ല. പന്നി ആവശ്യം പോലെ ഉണ്ട്. പന്നി, മുള്ളനെ എന്നിവയെല്ലാം ഇവിടെ ശല്യമാണ്. വലിയ ശല്യത്തിലാണ്. സമകാലിക മലയാളം, കൊല്ലം.